നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹോർമുസിൽ ഇറാനിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകളെ തടയുന്നത് US സൈന്യം തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. US ഈ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഹോർമുസ് വീണ്ടും അടയ്ക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബുധനാഴ്ചയ്ക്കകം ആണവ ഡീലിൽ എത്താനായില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും ഇറാനുമേൽ ബോംബിംഗ് വീണ്ടും തുടങ്ങുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. നാവിക ഉപരോധം നീക്കം ചെയ്യുമെന്ന ബാധ്യത നിറവേറ്റുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ കടുത്ത തീരുമാനം എടുത്തത്. ഉപരോധത്തിന്റെ മറവിൽ അമേരിക്ക കടൽക്കൊള്ളയും കപ്പൽ മോഷണവും തുടരുകയാണെന്ന് IRIB വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാൻ കുറ്റപ്പെടുത്തി. ഇറാനിയൻ കപ്പലുകൾക്ക് പൂർണ്ണമായ നാവിഗേഷൻ സ്വാതന്ത്ര്യം അമേരിക്ക പുനഃസ്ഥാപിക്കുന്നതുവരെ കടലിടുക്കിന്റെ നിയന്ത്രണം സായുധ സേനയുടെ കർശന മേൽനോട്ടത്തിലായിരിക്കുമെന്നും പഴയ അവസ്ഥ തന്നെ തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ 2 കപ്പലുകളുടെ നേർക്ക് വെടിവയ്പ് ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. മാരിടൈം സെക്യൂരിറ്റിയും ഷിപ്പിംഗുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഇന്നലെ ഹോർമുസിലെ നിയന്ത്രണം 10 ദിവസത്തേക്ക് ഒഴിവാക്കുമെന്ന് ഇറാൻ അറിയിച്ചുവെങ്കിലും US-ന്റെ ഉപരോധം തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഹോർമുസിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഇറാൻ അറിയിക്കുകയായിരുന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളുടെ നാവിക ഉപരോധം തുടരുന്നതിലൂടെ US തങ്ങളുടെ വാഗ്ദാനം ലംഘിച്ചതായി ഇറാൻ സൈനിക കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാനിലേക്ക് എത്തുന്ന എല്ലാ കപ്പലുകൾക്കും US സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം കർശനമായ നിയന്ത്രണത്തിലായിരിക്കുമെന്നാണ് ഇറാന്റെ വിശദീകരണം. IRGC അനുമതി നൽകുന്ന വാണിജ്യ കപ്പലുകളെ മാത്രമേ ഈ വഴിയിലൂടെ കടത്തിവിടുകയുള്ളൂ എന്നും ഇവർ പ്രത്യേക ടോൾ നൽകേണ്ടി വരുമെന്നും ഇറാൻ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ US ലംഘിച്ചുവെന്ന് ആരോപിക്കുന്ന ഇറാൻ സൈന്യം മേഖലയിൽ കർശനമായ നിരീക്ഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ വീണ്ടും ഏറ്റെടുത്തു. തങ്ങളുടെ അനുമതിയില്ലാത്ത കപ്പലുകൾ കടത്തിവിടില്ലെന്നും പാതയുടെ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായും ഇറാൻ വ്യക്തമാക്കി. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇപ്പോൾ കർശനമായ നിയന്ത്രണത്തിലാണ്. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതുവരെ ഈ സ്ഥിതി തുടരുമെന്ന് സൈന്യം അറിയിച്ചു. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഇത്. ഫെബ്രുവരി 28 മുതൽ ഏകദേശം 47 ദിവസത്തോളം ഈ പാത തടസ്സപ്പെട്ടത് ആഗോള എണ്ണവില കുത്തനെ ഉയരാൻ കാരണമായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായി കൃത്യമായ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നിലവിലെ വെടിനിർത്തൽ കാലാവധി നീട്ടാൻ സാധ്യതയില്ലെന്ന് എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഞാൻ കാലാവധി നീട്ടില്ലായിരിക്കാം, പക്ഷേ ഉപരോധം തുടരും എന്ന് വ്യക്തമാക്കിയ ട്രംപ് എങ്കിലും ഒരു കരാറിലെത്താൻ സാധിക്കും എന്ന പ്രത്യാശയും പങ്കുവച്ചിരുന്നു. ഏപ്രിൽ 18-ന് രാവിലെ കടലിടുക്ക് തുറന്നപ്പോൾ നിരവധി എണ്ണ ടാങ്കറുകളും LPG വാഹിനികളും ഇറാനിയൻ ജലാതിർത്തിയിലൂടെ കടന്നുപോയതായി മറൈൻ ട്രാഫിക് ഡാറ്റ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്ക ഇസ്രയേൽ കപ്പലുകൾക്കും സൈനിക യാനങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ അറേബ്യൻ കടലിൽ പട്രോളിംഗ് നടത്തുന്ന തങ്ങളുടെ ഡിസ്ട്രോയർ കപ്പലുകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 21 കപ്പലുകളെ വഴി തിരിച്ചുവിട്ടതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വെളിപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോര് ആഗോള എണ്ണ വിപണിയെയും സമുദ്ര സുരക്ഷയെയും വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞും സമീപകാല പ്രസ്താവനകളെ പരിഹസിച്ചും ഇറാൻ രംഗത്തു വന്നു. ഹോർമുസ് കടലിടുക്ക് സ്ഥിരമായി തുറന്നുകിടക്കാൻ ടെഹ്റാൻ സമ്മതിച്ചു എന്ന ട്രംപിന്റെ വാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സിംബാബ്വേയിലെ ഇറാനിയൻ എംബസി Xലെ ഒരു പോസ്റ്റിലൂടെ US പ്രസിഡന്റിനെ കണക്കറ്റ് കളിയാക്കുന്ന പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അമിതാഹ്ലാദം പ്രകടിപ്പിക്കരുത്, കുറച്ച് അന്തസ്സ് കാത്തു സൂക്ഷിക്കുക, ഇറാനെയും ഹോർമുസിന്റെ പുതിയ നിയമഭരണത്തെയും കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്, ഞങ്ങളത് ശരിയാക്കിക്കോളും. മൂന്നാമതായി ഫോൺ ഓഫാക്കുക, വിശ്രമിക്കുക, ഇനി പോസ്റ്റുകളൊന്നും വേണ്ട, BBയെ ഒരാഴ്ചത്തേക്ക് ബ്ലോക്ക് ചെയ്യുക, അതുപോലെ ലഘുഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങുക. ഇറാനിയൻ എംബസി ട്വീറ്റ് ചെയ്തതാണ് ഈ 4 കാര്യങ്ങളും. വെള്ളിയാഴ്ച ട്രംപിന്റെ നിരവധി സാമൂഹിക മാധ്യമ പോസ്റ്റുകൾക്ക് ശേഷമാണ് ഈ പരാമർശങ്ങൾ വന്നത്. ഇതിൽ ഇറാൻ കടലിടുക്ക് തുറന്നു കിടക്കുമെന്നും ഭാവിയിലെ സംഘർഷങ്ങളിൽ ഇതിനെ ഉപയോഗിക്കില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു.
ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഒരിക്കലും അടക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിനെതിരായ ഒരു ആയുധമായി ഇനി ഉപയോഗിക്കില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം US-ന് കൈമാറുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഇറാൻ ഉദ്യോഗസ്ഥർ ഈ അവകാശവാദങ്ങളെ ശക്തമായി എതിർക്കുകയാണ്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ട്രംപിന്റെ പ്രസ്താവനകളെ വിമർശിക്കുകയും ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ 7 വ്യാജ അവകാശവാദങ്ങൾ നടത്തിയെന്ന് ഗാലിബാഫ് ആരോപിച്ചു. നാവിക ഉപരോധം പോലുള്ള US നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിർണായകമായ ജലപാത അടച്ചിടാനുള്ള ഓപ്ഷൻ ഇറാനിൽ നിലവിലുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച മറ്റൊരു പോസ്റ്റിൽ സമാധാന കരാർ ഒപ്പിടുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഉപരോധം തുടരുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. US സഹായത്തോടെ ഇറാൻ കടൽപ്പാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേസമയം ഇറാൻ അമേരിക്ക 2ാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് ഇറാൻ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. 1 മണിക്കൂറിൽ ട്രംപ് 7 അവകാശവാദങ്ങൾ നടത്തിയെങ്കിലും ഇവയെല്ലാം തെറ്റാണെന്നും നുണ പറഞ്ഞ് യുദ്ധം ജയിക്കാൻ അമേരിക്കയ്ക്കാവില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും വ്യക്തമാക്കി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുമെന്ന ട്രംപിന്റെ വാദം പറഞ്ഞത് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ കരാറിൽ ഒപ്പിട്ട ശേഷം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറിയില്ലെങ്കിൽ സൗഹാർദ്ദപരമല്ലാത്ത മാർഗത്തിലൂടെ അത് ഏറ്റെടുക്കുമെന്ന് ട്രംപ് വീരവാദവും പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധ ഇളവ് അമേരിക്കൻ ട്രഷറി വകുപ്പ് മെയ് 16 വരെ നീട്ടി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസകരമായ നടപടിയാണ് ഇത്. അതേസമയം ഇറാനെതിരായ സൈനിക കടന്നുകയറ്റത്തിന് അമേരിക്കയും ഇസ്രയേലും ഉത്തരവാദികളാണെന്നും ഇരു രാജ്യങ്ങളും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകണമെന്നും ഇറാൻ ജുഡീഷ്യറി മേധാവി ഗുലാം ഹുസൈൻ മൊഹ്സിനി ആരോപിച്ചു. ഇരു രാജ്യങ്ങളും നടത്തിയ ആക്രമണത്തിന്റെ ഫലമായുണ്ടായ നാശനഷ്ടങ്ങളിൽ പരിഹാരം നൽകണമെന്നും ഇറാൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മുതിർന്ന ജുഡീഷ്യറി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമപ്രകാരം അമേരിക്കയെയും ഇസ്രയേലിനെയും അപലപിക്കുന്നതിനുള്ള നിയമപരമായ കാരണങ്ങൾ കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചതായാണ് വിവരം. പ്രകോപനമില്ലാതെ ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കത്തിനിടെ കുട്ടികളെയും സിവിലിയന്മാരെയും കൊലപ്പെടുത്തുകയും ആശുപത്രികൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുകയും ചെയ്തതിലൂടെ ഇരു രാജ്യങ്ങളും യുദ്ധക്കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് മൊഹ്സിനി ആരോപിച്ചു. 1949 ജനീവ കൺവെൻഷനുകളും അതിൻ്റെ അനുബന്ധ പ്രോട്ടോക്കോളുകളും ലംഘിച്ചതിനു പുറമെ സായുധ പോരാട്ടങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾ ലംഘിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഉപരോധം തുടരുകയാണെങ്കിൽ കടലിടുക്ക് തുറന്നിടില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും മുന്നറിയിപ്പ് നൽകി. അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.